ബഹുമാനപ്പെട്ട അംഗം അവതരിപ്പിച്ച ഉപക്ഷേപത്തെ ഞാൻ പിന്തുണയ്ക്കുകയാണ്. 10 മിനിറ്റ്. അങ്ങ് സംസാരിച്ചോ. ഇത് 2 മണിക്കൂറേ പറ്റുള്ളൂ. സാർ, ബഹുമാനപ്പെട്ട അംഗം അവതരിപ്പിച്ച ഉപക്ഷേപത്തെ ഞാൻ പിന്തുണയ്ക്കുകയാണ്. നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുപ്രവേശന പരീക്ഷയാണ് നീറ്റ്. നമ്മുടെ വിദ്യാർത്ഥികളുടെ സ്വപ്നത്തെയും പ്രതീക്ഷകളെയും തകർക്കുന്ന കിരാതമായ നടപടിയാണ് നീറ്റ് പരീക്ഷ നടത്തിപ്പിലൂടെ ഇപ്പോൾ വെളിവാക്കപ്പെട്ടിട്ടുള്ളത്. MBBS, ഡെന്റൽ, ആയുഷ്, വെറ്റിനറി തുടങ്ങിയ മെഡിക്കൽ ബിരുദ കോഴ്സുകളിലേക്കുള്ള പ്രവേശന പരീക്ഷ എന്ന നിലയിൽ എല്ലാവരും വളരെ ഗൗരവപൂർവ്വമാണ് ഈ പരീക്ഷയെ കാണുന്നത്. ശരി ഉത്തരമെഴുതിയാൽ 4 മാർക്കും തെറ്റായ ഉത്തരത്തിന് ഒരു നെഗറ്റീവ് മാർക്കുമായി 180 ചോദ്യങ്ങൾക്ക് കുറഞ്ഞത് 180 മുതൽ കൂടിയത് 720 മാർക്ക് വരെ നേടാകുന്ന വിധത്തിലാണ് പരീക്ഷ ക്രമീകരിച്ചിട്ടുള്ളത്. 2013 സാർ ഈ പൊതുപരീക്ഷ ആരംഭിക്കുന്നത്. 2018 വരെ നീറ്റ് പരീക്ഷയുടെ നടത്തിപ്പിൻ്റെ ചുമതല CBSEക്കായിരുന്നു. 2019 മുതൽ ഈ പൊതുപരീക്ഷയുടെ നടത്തിപ്പ് ചുമതല നാഷണൽ ടെസ്റ്റ് ഏജൻസി ഏറ്റെടുക്കുകയുണ്ടായി. 2013 7,17,123 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതാൻ അപേക്ഷകരായി ഉണ്ടായിരുന്നു. എന്നാൽ 10 വർഷം കഴിയുമ്പോഴേക്കും ഇത് 3 മടങ്ങോളം വർദ്ധിച്ച് 20,87,462 വിദ്യാർത്ഥികളായി ഉയരുകയാണ് ഉണ്ടായത്. 2024 ആവുമ്പോഴേക്കും വിദ്യാർത്ഥികളായ അപേക്ഷകരുടെ എണ്ണം 3.5 മടങ്ങ് വർദ്ധിച്ച് 24,06,079 വീണ്ടും ഉയർന്നു. എന്നാൽ അപേക്ഷകരായ വിദ്യാർത്ഥികളുടെ അനുപാതത്തിന് അനുയോജ്യമായ വിധത്തിൽ നമ്മുടെ ഇന്ത്യയിൽ വൈദ്യ ബിരുദ പഠന സീറ്റുകൾ ഇല്ലാതിരുന്നത് ഗൗരവമേറിയ നിരവധി പ്രശ്നങ്ങൾക്ക് ഇടയായി മാറി. 2024 നീറ്റ് പരീക്ഷയിൽ വ്യാപകമായ ക്രമക്കേടുകൾ നടന്നത് സംബന്ധിച്ച് നിരവധി വാർത്തകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നീറ്റ് പരീക്ഷാ നടത്തിപ്പിൻ്റെ മറവിൽ വ്യാപക അഴിമതിയും പണമിടപാടും നടന്നിട്ടുണ്ട്. ഈ വാർത്തകൾ ദേശീയ മാധ്യമങ്ങൾ വേണ്ടത്ര പ്രാധാന്യത്തോടു കൂടി നൽകിയിട്ടില്ല എങ്കിലും പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ അനുഭവങ്ങളിലൂടെ ഈ കാര്യങ്ങൾ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ച് വഴിവിട്ട നിലയിൽ കച്ചവട താൽപ്പര്യം മുൻനിർത്തി പൊതുപരീക്ഷയുടെ വിശ്വാസ്യത തകർത്താണ് ഈ വർഷം നീറ്റ് പരീക്ഷ നടന്നിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തെ ഗൗരവമേറിയ ഒരു പ്രവേശന പരീക്ഷയുടെ ചോദ്യപേപ്പർ കൊണ്ടുപോയത് ഓട്ടോറിക്ഷയിലാണ് എന്ന വാർത്തകൾ പോലും നമ്മളെ വലിയ രീതിയിലേക്ക് ഞെട്ടലുണ്ടാക്കി. വൻകിട സ്വകാര്യ കോച്ചിങ് സ്ഥാപനങ്ങൾ പണമൊഴുക്കി പരീക്ഷാ നടത്തിപ്പ് ഏജൻസിയെ സ്വാധീനിച്ചാണ് ഇപ്പോൾ വിദ്യാർത്ഥികളെ വഞ്ചിച്ചിരിക്കുന്നത്. പരീക്ഷാ നടത്തിപ്പിൽ ഉൾപ്പെടെ ഈ നിലയിൽ അഴിമതി തുടർന്നാൽ ഈ രാജ്യത്തെ സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ പഠിക്കാൻ വേണ്ടി കഴിയും? അവരുടെ പ്രതീക്ഷകൾ അസ്തമിക്കുന്ന സാഹചര്യമുണ്ടാകും. മെറിറ്റും സാമൂഹ്യനീതിയും സംരക്ഷിക്കുക എന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം പോലും നമ്മുടെ രാജ്യത്ത് നടപ്പാകുന്ന സാഹചര്യം ഇല്ലാതാകുന്ന കാഴ്ചയാണ് ഈ സമീപകാല അനുഭവങ്ങളിലൂടെ കാണാൻ വേണ്ടി കഴിയുന്നത്. സാർ, ഈ പ്രശ്നത്തിൽ CBI അന്വേഷണം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. 1ാം റാങ്ക് കിട്ടിയവരുടെ ഇതുവരെയുള്ള പഠന നിലവാരത്തെ സംബന്ധിച്ച് CBI അന്വേഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ചോദ്യപേപ്പർ എവിടെയെങ്കിലും ചോർന്നിട്ടുണ്ടോ എന്നതും CBIയുടെ അന്വേഷണ പരിധിയിൽ വരുന്നുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഏതെങ്കിലും പ്രദേശത്ത് മാത്രമായി പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ മാർക്ക് വർദ്ധിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനും അന്വേഷിക്കാനും CBI സന്നദ്ധമാവുകയാണ്. ഏതെങ്കിലും കോച്ചിങ് സെന്ററുകളിൽ പഠിച്ചവർക്ക് റാങ്ക് കിട്ടിയതിൽ അസ്വാഭാവികതയുണ്ടോ എന്നതും വിശകലനം ചെയ്യാൻ അന്വേഷിക്കാൻ CBI സന്നദ്ധമാവുകയാണ്. ചോദ്യപേപ്പർ ലളിതമാക്കിയതിൽ അസാധാരണത്വമുണ്ടോ എന്ന് പരിശോധിക്കാനും CBI സന്നദ്ധമാവുകയാണ്. ഈ നിലയിൽ CBI പോലുള്ള ഏജൻസികളുടെ അന്വേഷണം ഇക്കാര്യത്തിൽ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള കാര്യവും നാം ഈ സന്ദർഭത്തിൽ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. നീറ്റ് ചോദ്യപേപ്പർ ചോർത്തി നൽകിയെന്ന ഗുരുതരമായ കുറ്റകൃത്യം നടത്തിയതിനെ തുടർന്ന് 13 പേർ ബീഹാറിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. 35 പേർക്ക് ചോദ്യക്കടലാസ് വിറ്റെന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. എന്നാൽ ഇതൊന്നും നടന്നിട്ടില്ല എന്നാണ്
ഇപ്പോഴും കേന്ദ്ര സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉയർന്നു വരുന്ന എല്ലാ വസ്തുതകളെയും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ നിഷേധിക്കുകയായിരുന്നു. ആ ഘട്ടത്തിൽ വിദ്യാഭ്യാസ ചുമതല വഹിച്ചിരുന്ന മന്ത്രി ഇവയെല്ലാം നിഷേധിച്ചുകൊണ്ടാണ് സംസാരിച്ചിട്ടുള്ളത്. സാർ, ഈ പരീക്ഷയുടെ റിസൾട്ട് പ്രഖ്യാപിക്കുന്ന ദിവസം തെരഞ്ഞെടുത്തത് നേരത്തെ ബഹുമാന്യനായ അംഗം വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിച്ചതുപോലെ അന്ന് നമ്മുടെ ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പുറത്തു വരുന്ന ദിവസമാണ്. ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ഫലം പുറത്തു വരുന്ന സന്ദർഭത്തിൽ ഉണ്ടായ കോലാഹലത്തിനിടയിൽ നീറ്റ് പരീക്ഷയുടെ റിസൾട്ട് വരുമ്പോൾ സ്വാഭാവികമായും ആ കോലാഹലങ്ങൾക്കിടയിൽപ്പെട്ട് ഈ വാർത്തകൾ അപ്രസക്തമായി പോകുമെന്നുള്ള ധാരണയുടെ കൂടെ ഭാഗമായിട്ടാണ് റിസൾട്ട് പ്രഖ്യാപനത്തിന് ആ തീയതി നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് ബലമായും സംശയിക്കുകയാണ്. വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നടപടിയുടെ ഭാഗമായാണ് തീർച്ചയായും നീറ്റ് ഉൾപ്പെടെയുള്ള രാജ്യത്തെ ഏറ്റവും ഉയർന്ന പ്രവേശന പരീക്ഷാ സംവിധാനങ്ങൾ അട്ടിമറിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം ആരംഭിച്ചത് തന്നെ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ കേന്ദ്ര ഗവൺമെന്റിന്റെ വരുതിയിൽ തന്നെ നിർത്തുക എന്നുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ്. കേന്ദ്ര ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത് അവരുടെ രാഷ്ട്രീയ താല്പര്യത്തിനനുസരിച്ച് രാജ്യത്തെ മുന്നോട്ട് നയിക്കണമെങ്കിൽ എല്ലാ മേഖലകളിലും പ്രൊഫഷണൽ ഉൾപ്പെടെയുള്ള മേഖലകളിൽ അവരാഗ്രഹിക്കുന്നവരെ തിരികെ കയറ്റുക എന്നുള്ള മെറിറ്റ് അട്ടിമറിച്ചുകൊണ്ടുള്ള ഈ നിലയിലുള്ള ഇടപെടലുകൾക്കാണ്. തീർച്ചയായും ഇങ്ങനെ കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലിൻ്റെ ഭാഗമായി ഈ നിലയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയുടെ വിശ്വാസ്യതയെപ്പോലും തകർക്കുന്ന സമീപനം സ്വീകരിക്കുന്നു. പുതിയ വിദ്യാഭ്യാസ നയം അംഗീകരിക്കുന്നതിൻ്റെ ഭാഗമായി വിദ്യാഭ്യാസ മേഖലയുടെ വർഗീയവൽക്കരണം നടപ്പിലാക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് സന്നദ്ധമാകുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ വാണിജ്യവൽക്കരണം നടപ്പിലാക്കുക, കേന്ദ്ര സർക്കാരിൽ നിക്ഷിപ്തമായ നിലയിൽ വിദ്യാഭ്യാസ സംവിധാനത്തെ പൂർണ്ണമായി നിയന്ത്രിക്കുക എന്നുള്ള രാഷ്ട്രീയമായ അജണ്ടയാണ് ഇതിന്റെ ഭാഗമായി കേന്ദ്ര ഗവൺമെന്റ് വിഭാവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ NCERT ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പാഠഭാഗങ്ങളിൽ മാറ്റം വരുത്തുന്നു. ചരിത്ര വസ്തുതകളെപ്പോലും നിഷേധിക്കുന്ന വിധത്തിൽ അപ്രസക്തമാക്കുന്ന വിധത്തിലേക്കുള്ള ചോദ്യങ്ങൾ, പാഠഭാഗങ്ങൾ, സിലബസുകൾ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന രീതിയും നമ്മൾ ഈ സമീപ കാലയളവിൽ കാണുകയുണ്ടായി. നീറ്റ് പരീക്ഷയുടെ വിശ്വാസ്യത, അതോടൊപ്പം തന്നെ ദേശീയ പരീക്ഷകളും ദേശീയ തലത്തിലുള്ള പ്രത്യേകമായ കോഴ്സുകളുമെല്ലാം RSS സംഘപരിവാര രാഷ്ട്രീയത്തിന്റെ അജണ്ടയ്ക്ക് വിധേയമാക്കുന്ന വിധത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ നേതൃത്വം നൽകി വരികയാണ്. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഈ പ്രശ്നങ്ങൾ ഉയർന്നു വന്നപ്പോൾ വിദ്യാർത്ഥികൾ സുപ്രീം കോടതിയെ സമീപിക്കുന്ന സാഹചര്യമുണ്ടായി. കോടതി പോലും ഈ ഗുരുതരമായ വീഴ്ചയെ വിമർശന ബുദ്ധിയോടുകൂടിയാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. പരീക്ഷ റദ്ദു ചെയ്യണമെന്നുള്ള നിരീക്ഷണം ഉൾപ്പെടെ കോടതി നടത്തുകയുണ്ടായി. നാം കാണേണ്ടത് വളരെ പ്രയാസപ്പെട്ട്, നേരത്തെ ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ചതുപോലെ ദീർഘകാലം വളരെ കഷ്ടപ്പെട്ട് പ്രയാസങ്ങൾ അനുഭവിച്ച് എല്ലാവിധത്തിലും എങ്ങനെയെങ്കിലും ഈ പരീക്ഷയിൽ ഉന്നതമായ റാങ്കോടുകൂടി പാസ്സാവണമെന്ന് ആഗ്രഹിച്ച് പരീക്ഷ എഴുതിയിട്ടുള്ള കുട്ടികളുടെ സ്വപ്നങ്ങളുടെ നിറം പോലും മങ്ങിപ്പോകുന്ന വിധത്തിലേക്കാണ് ഒരു പരീക്ഷ റദ്ദു ചെയ്യപ്പെട്ടാൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്ന അപകടം. അത്രമേൽ ഏറ്റവും പ്രയാസകരമായ സാഹചര്യത്തിലേക്ക് ഈ രാജ്യത്തിൻ്റെ നീറ്റ് പരീക്ഷ നടത്തിപ്പ് മാറി എന്നുള്ള പ്രശ്നവും ഇവിടെ ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. അതിശക്തമായ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ നടക്കുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെടുന്നവർ, വിദ്യാഭ്യാസ വിചക്ഷണന്മാർ, വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട അഭിപ്രായം പറയുന്നവർ, ഇവരെല്ലാം ഈ രാജ്യത്ത് ഈ പ്രശ്നം ഉയർത്തിക്കൊണ്ട് സജീവമായ ചർച്ച ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥി സംഘടനകൾ, SFI ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് ഉജ്ജ്വലമായ സമര പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുകയാണ്. ആ സമരങ്ങളെപ്പോലും ഭീകരമായ നിലയിൽ വേട്ടയാടുന്നു. കേന്ദ്ര ഗവൺമെന്റിന്റെ അധികാരം ഉപയോഗപ്പെടുത്തി, കേന്ദ്ര ഗവൺമെന്റിന്റെ സ്വാധീനം ഉപയോഗപ്പെടുത്തി, കേന്ദ്ര ഗവൺമെന്റിന്റെ മർദ്ദന ഉപാധികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ പ്രശ്നത്തെ രാജ്യത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ സമരത്തെ പോലും അടിച്ചമർത്തുന്ന സമീപനം ഈ പ്രശ്നത്തിന്റെ ഭാഗമായി സ്വീകരിക്കുകയാണ്. വിദ്യാർത്ഥികളുടെ സ്വപ്നത്തിൽ കരിനിഴൽ വീഴ്ത്തിയ ഈ പ്രശ്നത്തിൽ ശക്തമായ പ്രതികരണങ്ങൾ ഉയർത്തേണ്ടതായ മാധ്യമങ്ങൾ നിർഭാഗ്യവശാൽ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ഒന്നും പറയുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങൾ കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ നടത്തിയ ചർച്ചകളെ സംബന്ധിച്ച് നാം എല്ലാം ഒന്ന് വിശകലനം ചെയ്തു കഴിഞ്ഞാൽ ആ ചർച്ചകളിലൊന്നും നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പ്രധാനമായി പ്രാധാന്യപൂർവ്വം വന്നില്ല എന്നുള്ള പ്രശ്നം തീർച്ചയായും പ്രിയപ്പെട്ട ഈ സന്ദർഭത്തിൽ നമുക്ക് ഓർക്കേണ്ടതായിട്ടുണ്ട്. മാധ്യമങ്ങൾക്ക് വാർത്തയില്ല എങ്കിലും നമുക്ക് നമ്മുടെ
നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പ്രതീക്ഷയർപ്പിച്ച് ഈ മേഖലയിൽ വിദ്യാഭ്യാസ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്ന വിദ്യാർത്ഥികളുടെ പ്രതീക്ഷയെ സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. തീർച്ചയായും ആ നിലയിൽ കേരള നിയമസഭയിൽ ഉൾപ്പെടെ ഇതിന്റെ പ്രതികരണങ്ങൾ ഉയർന്നു വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി പിന്തുണച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്.